രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാർഡിൽ LDF സ്ഥാനാർത്ഥി ജയിച്ചു കേട്ടോ. ഫെനി നൈനാൻ അദ്ദേഹത്തിന് ക്ലോസ് സൈഡ് ഉണ്ട്, ഏറ്റവും അടുത്ത ആൾ. ഫെനി നൈനാനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാതിയുണ്ട്. തോറ്റു തുന്നമ്പാടി ഫെനി നൈനാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. VD സതീശന്റെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. VD സതീശന്റെ വാർഡിൽ BJP ജയിച്ചു. പക്ഷെ VD സതീശൻ കേരളത്തിൽ നോക്കൂ, പഞ്ചായത്ത് ഇലക്ഷനിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം 2010 പോലും ഇത്രയും മുന്നേറ്റമില്ല ഉണ്ടാക്കാൻ കഴിയുക എന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം നടത്തിയതിനു ശേഷം UDF നടത്തുന്ന ഏറ്റവും മികച്ച പ്രകടനമായി ഇതിനെ വാഴ്ത്തപ്പെടും. ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ഇത് UDFന്റെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന ഒന്നാണ്. LDF അതിന്റെ സകല സംവിധാനവും എടുത്ത് പയറ്റിയ തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും അവസാനത്തെ 11-ാം മണിക്കൂറിലാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതെന്ന് ഓർക്കണം. വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോകുന്നതെന്ന് ഓർക്കണം. അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ഓർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഷള കഥകൾ കേരളം അറിഞ്ഞത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്ത വാർഡിൽ LDF ജയിച്ചു എന്ന വാർത്തയുമായി സാജിദ് അജ്മലുണ്ട്. സാജിദ്, അവിടെ എന്താണ് ഉണ്ടായത്? സാജിദ് കേൾക്കുന്നോ? സാജിദ് കേൾക്കുന്നുണ്ടോ? തീർച്ചയായും. ഏറ്റവും അവസാനം പാലക്കാട് നഗരസഭയിലെ കണക്ക് പ്രകാരം 12 വാർഡുകളാണ് UDFന് ഉള്ളത്. ഈ BJPക്ക് 7 വാർഡിൽ തന്നെ നിൽക്കുകയാണ്. ഈ റൗണ്ടിൽ ഇനിയും BJPക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 41-ാം വാർഡിൽ ഒരു വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. ഒരൊറ്റ വോട്ടിന് UDF സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് നഗരസഭയിലുള്ള ആ പോരാട്ടം തുടരുകയാണ്. UDFന്റെ മുന്നേറ്റമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ള ഈ റൗണ്ടിൽ, 3-ാമത്തെ റൗണ്ടിൽ 4 വാർഡെങ്കിലും 5 വാർഡെങ്കിലും BJPക്ക് ശക്തി കേന്ദ്രങ്ങളാണ്. ആ BJP വിജയിക്കും എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്താണ് ഒരു വോട്ടിന് ഈ UDF വിജയിച്ചത് എന്നുള്ളതാണ്. ചിറ്റൂരിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. ചെർപ്പളശ്ശേരി നഗരസഭ ഏതാണ്ട് LDF വിജയിച്ചു. ഷൊർണൂരും ഒറ്റപ്പാലത്തും LDF വിജയിച്ചു. UDF പട്ടാമ്പി ഭരണം ഏതാണ്ട് നിലനിർത്തും എന്ന് ഉറപ്പായി. ഈ ഒയാസിസ് കമ്പനി വിവാദം നിലനിന്നിരുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ LDFന്റെ മുന്നേറ്റമാണ്. അവിടെ UDFന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രേവതി ബാബു എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പരാജയപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെരിങ്ങോട്ട് കുർശിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. അവിടെ IDFും LDFും ചേർന്ന് ഈ മത്സരിച്ച് AV ഗോപിനാഥ് ഉൾപ്പെടെ പരാജയപ്പെട്ടു. എങ്കിൽ കൂടി ഇപ്പോൾ UDFും LDFും ഒരു സീറ്റിന്റെ വ്യത്യാസമാണ്. CPM വിമതൻ UDFിനൊപ്പം ചേർന്നാൽ അവിടെ ഈ തുല്യം തൂക്ക് സഭയായി മാറും. ശരി, ആലപ്പുഴയിലെ വിവരങ്ങളുമായി ഇസ്സത്ത് കൂടി ചേർന്നു. ഇസ്സത്ത്, ആലപ്പുഴയിലെ അവസാനത്തെ അപ്ഡേറ്റ് എന്താണ്? ആലപ്പുഴയിൽ നിലവിൽ ഏറ്റവും ഇപ്പോൾ ഈ വോട്ടെണ്ണി കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ താണ്ടി കഴിഞ്ഞപ്പോഴും UDFന് കൃത്യമായ ഒരു ലീഡാണ് ആലപ്പുഴയിൽ അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പല വാർഡുകളിലും സ്വതന്ത്രരും കൃത്യമായിട്ടുള്ള ഒരു ലീഡ് നേടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയേണ്ടത് SDPയുടെയും അതുപോലെ തന്നെ PDPയുടെയും മുന്നേറ്റമാണ്. PDP ഒരു വാർഡിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു വൻ ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത്. മാത്രമല്ല അമ്പലപ്പുഴ പോലെയുള്ള ഒരു വലിയ മണ്ഡലത്തില് SDPI തങ്ങളുടെ നില മെച്ചപ്പെടുത്തി കൊണ്ടുവരിക്കുന്നു. പൊതുവിൽ നോക്കുമ്പോൾ ആലപ്പുഴയിൽ ഒരു UDF തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പതിവിലും വിപരീതമായിട്ട് UDFന്റെ ഒരു മുന്നേറ്റമാണ് ആലപ്പുഴയിൽ പ്രത്യക്ഷമാകുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോഴും LDF മുന്നേറ്റമാണല്ലോ, 10 LDF ആണല്ലോ. ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും മാത്രമാണ് LDFന്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷെ മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ UDFന്റെ ഒരു മുന്നേറ്റം അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശരി, അപ്പോൾ ആലപ്പുഴയിൽ നേരിയ മുൻതൂക്കം ജില്ലാ പഞ്ചായത്തിൽ LDFനാണുള്ളത്. പക്ഷെ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ ടാലി ഒന്ന് ശ്രദ്ധിക്കുക നിഷാദ്. 7-6 ജില്ലാ പഞ്ചായത്തിൽ 7 LDF ആണ്. ഇപ്പോൾ 8-6 എന്ന നിലയിലായി. 8-6 LDFന് ഒരു മുൻതൂക്കമുണ്ട് ജില്ലാ പഞ്ചായത്തിൽ. 8-6 എന്ന നിലയിലായി. കോർപ്പറേഷനുകളിൽ UDFനാണ് മുൻതൂക്കം 4-1. മുനിസിപ്പാലിറ്റിയിൽ UDFനാണ് മുൻതൂക്കം 51-31. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് മുൻതൂക്കം. ബ്ലോക്ക് പഞ്ചായത്തിൽ ആർക്കാണ് മുൻതൂക്കം? ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും ആർക്കാണ് മുൻതൂക്കം എന്നുള്ളതും പ്രധാനമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും LDFനാണ് മുൻതൂക്കം. 68 UDFും LDFന് 74 എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ UDFനാണ് മുൻതൂക്കം. ജില്ലാ പഞ്ചായത്തുകളിലും LDFനാണ് മുൻതൂക്കം. പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന രീതിയിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 376-371. അപ്പോൾ UDFന്റെ ഒരു ശക്തമായ മടങ്ങിവരവ് ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാണ്. ഒരുപക്ഷെ സമീപകാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രകടനമായി ഇതിനെ കാണാം. ഇതിന്
UDF സഹായിച്ചത് കോൺഗ്രസിന്റെ മടങ്ങിവരവാണ് പലയിടങ്ങളിലും എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ കഴിയും. പ്രത്യേകിച്ചും മധ്യകേരളത്തിലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കാണാം. കോൺഗ്രസിന്റെ ആ തിരിച്ചുവരവ് UDF സഹായകരമായിട്ടുണ്ട്. മുസ്ലിം ലീഗ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ അപ്രതീക്ഷിതമായി NDA നടത്തിയിട്ടുള്ള ചില മുന്നേറ്റങ്ങൾ കൂടി കാണാതിരുന്നുകൂടാ. BJP തിരുവനന്തപുരത്ത് നടത്തുന്ന മുന്നേറ്റം, തിരുവനന്തപുരം കോർപ്പറേഷൻ NDA അധികാരത്തിലേക്ക് വരും എന്നാണ് ഇപ്പോൾ നാം കരുതുന്നത്. പക്ഷേ അപ്പോൾ തന്നെ പാലക്കാട് നഗരസഭ BJPക്ക് നഷ്ടമാകുന്ന കാഴ്ചയും നാം ഇപ്പോൾ കാണുന്നുണ്ട്. പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. സാജിദ് അജ്മലിനെ കണക്ട് ചെയ്യണം. പാലക്കാട് നഗരസഭ BJPയെ കൈവിടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ നിലനിൽക്കുമ്പോഴാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലക്കാട് നഗരസഭ, പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സെഗ്മെന്റാണ്. അവിടെ ആരാണ് മേൽക്കൈ നേടുന്നത്? അവിടെ BJPക്കോ LDFനോ?